നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ, അതായത് അമ്പലങ്ങളിലൊക്കെ പണ്ട് ഉറക്കപ്പാട്ട് കേൾക്കായിരുന്നു അല്ലെ, എല്ലായിടത്തും പോകുമ്പോ കേൾക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കേൾക്കാം. എന്റെ അമ്മയും റീസെന്റ് ആയിട്ട് പറഞ്ഞു, പണ്ടൊക്കെ ഇങ്ങനെ ഉറക്ക കേൾക്കായിരുന്നു, അങ്ങ് വയലിന്റെ അങ്ങറ്റം നിന്ന അമ്പലത്തിന്റെ അങ്ങറ്റത്ത് നിൽക്കുന്ന പാട്ട് കേൾക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ഉത്സവത്തിനൊക്കെ മാത്രമേ കാണാറുള്ളൂ. ഞാൻ ഈ കൊല്ലത്ത് തന്നെ പുതിയാവ് ക്ഷേത്രത്തില് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ അന്ന് ഒരു 5 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ മധുര സോമസുന്ദര സാറിന്റെ അത് രാമനാമമു ജന്മരക്ഷകമും, അതുപോലെ ബാലമുരളി ശ്രീ രമണ വിഭോ കലയാമിവന്തമയി, അതൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും അതിന് അലയടിച്ചുയരുന്ന ആ ഒരു. പിന്നെ എനിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓച്ചിറ ക്ഷേത്രവുമായിട്ട് എനിക്കൊരു വലിയൊരു ബന്ധമുണ്ട്. അത് ബന്ധം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓണാട്ടുകര ഭാഗവുമായിട്ട്, അതായത് ഓച്ചിറ, കായംകുളം, കരുനാഗപ്പള്ളി അതൊക്കെ ഓണാട്ടുകര പ്രദേശമാണ്. അപ്പം ഞാൻ ഈ കായംകുളം, മാവേലിക്കര, ഹരിപ്പാട്, കരുനാഗപ്പള്ളി ഈ പ്രൈവറ്റ് ബസ്സുകളിൽ പാടുന്ന ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നോട് ആരോടെങ്കിലും എനിക്ക് കടപ്പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത്, ഇന്നിപ്പോൾ പലരോടും ഉണ്ട് എനിക്ക്, പക്ഷേ എങ്കിലും സ്വകാര്യ ബസ്, അതായത് പ്രൈവറ്റ് ബസ് ജീവനക്കാരോടായിരുന്നു. കാര്യം എനിക്ക് വേണ്ടിയിട്ട് തന്നെ പല ആളുകളും പല ബസ് കൃത്യസമയത്ത് 2-3 മിനിറ്റിന് വേണ്ടിയിട്ട് വളരെ വെയിറ്റ് ചെയ്യും. മറ്റുള്ള ബസ്സുകാരുടെ വഴക്കോരെ കേട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. കാര്യം അന്ന് അത്രത്തോളം എന്നോട് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു, ഒരു പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കൂടുതലും ഓച്ചിറ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുകയും പല പല സിനിമാ ഗാനങ്ങൾ പാടുന്ന കൂട്ടത്തിൽ തന്നെ ഓച്ചിറ ക്ഷേത്രത്തിൽ. അപ്പോൾ ഓച്ചിറ എനിക്ക് വളരെ ഇപ്പോഴാണ് ഒരുപാട് അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഗാനത്തിന്റെ രചന എന്ന് പറയുന്നത് കുടപ്പനക്കുന്ന് ഹരിസാറാണ്, സംഗീതം വിദ്യാധരൻ മാഷാണ്, ഗാനഗന്ധർവനാണ്. അത് പാദമുദ്ര എന്ന ചിത്രത്തിലെ. പക്ഷേ അതിന് ഈ അടുത്ത കാലത്ത് ഒരു ചാനലില് ഒരു അഭിമുഖത്തിൽ ഞാൻ കേട്ടതാണ്, ഒരു 87-കളിൽ 88 ആ സിനിമ ഇറങ്ങി, 87-ൽ പാട്ടിറങ്ങി. പക്ഷേ എങ്കിലും 90-കൾക്ക് ശേഷമാണ് ആകാശവാണി, തിരുവനന്തപുരം നിലയങ്ങളൊക്കെ അത് ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്ന മുക്കണ്ണൻ, അതൊരു കുറച്ച് വിവാദമായ ഒരു സംഭവമാണത്. പക്ഷെ അതങ്ങ് പിന്നെ അത് മാറി, പിന്നെ ആ പാട്ടുകൾ. അപ്പൊ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ഗാനം ഈ ആകാശവാണി നിലയത്തിൽ പോലും വന്നത്. അപ്പൊ നമ്മള് അമ്പലമില്ലാതെ എന്നുള്ള ആ ഒരു ഗാനം. പാർവതീപതേ ഹര ഹര മഹാദേവ, ശ്രീ ശങ്കരനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയും വീടേ, ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം, ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ.